ഈ നരസിംഹ ജയന്തി ദിവസം നിങ്ങൾ നിർബന്ധമായിട്ട് നരസിംഹക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി തൊഴണം. നരസിംഹത്തിനെ അന്ന് തൊഴുക, പ്രാർത്ഥിക്കുക, നരസിംഹത്തിൻ്റെ അടുത്ത് നാമം ജപിക്കുക. ഉഗ്രം വീരമഹാവിഷ്ണു ജലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും മൃത്യും നമാമിഹം. നരസിംഹ മന്ത്രം ജപിക്കുക, നാരായണനാമം ജപിക്കുക. ഭഗവാന്റെ അവതാരത്തിൽപ്പെട്ടതാണ്. ഭഗവാനെ തൊഴുക. ഇനി അടുത്തെങ്ങും നരസിംഹത്തിൻ്റെ അമ്പലം ഇല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അമ്പലമായാലും മതി. മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലായാലും നരസിംഹ ജയന്തി ദിവസം പോയി തൊഴുക. അന്നത്തെ ദിവസം തൊഴാതിരിക്കരുത്. വൈഷ്ണവ ക്ഷേത്രത്തിൽ തൊഴാതിരിക്കുക. അവതാരങ്ങളുള്ള അമ്പലങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നല്ലേ മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങൾ, അല്ലെങ്കിൽ നരസിംഹത്തിൻ്റെ അമ്പലം നിങ്ങൾ നിർബന്ധമായി തൊഴുതിരിക്കണം. അന്ന് അദ്ദേഹത്തെ തൊഴുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുകയൊക്കെ അതിഗംഭീരമാണ്. വൈകുന്നേരമൊക്കെ നാമജപത്തിൻ്റെ കൂടെ നരസിംഹത്തിൻ്റെ ഗായത്രി ജപിക്കാം, നരസിംഹത്തിൻ്റെ നാമങ്ങൾ ജപിക്കാം. അല്ലെങ്കിൽ ഞാനിപ്പം ചൊല്ലിയ ഉഗ്രം വീരം എന്നുള്ളതൊക്കെ എല്ലാ ദിവസവും 12 ജപിച്ചാൽ അവന് ശത്രുവിന് അവനെ നോക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. അതിശക്തമായ മന്ത്രമാണ്. ഇനി അതൊന്നും വേണ്ട, അന്നത്തെ ദിവസം കുറേ തവണ ആവർത്തിച്ച് ജപിക്കുക. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സർവ്വ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന സങ്കല്പത്തോടു കൂടി അത് ചെയ്യുന്നത് വളരെ കേമാണ്.